നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 347ാമത്തെ എപ്പിസോഡാണിത്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ ജനാർദ്ദനെ കുറിച്ചിട്ടാണ്. ബഹുമാന പുരസ്സരം ജനാർദ്ദനൻ ചേട്ടൻ എന്നാണ് ഞാൻ 2 തവണ കണ്ടപ്പോഴും വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും വെല്ലാൻ സ്റ്റുഡിയോ ഉടമയും ചലച്ചിത്ര സംവിധായകനുമൊക്കെയായ സർവശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ നിര്യാണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അവിടെ വച്ചിട്ടാണ് നിരവധി നടന്മാരെയും നടികളെയും സംവിധായകരെയും ക്യാമറാമാന്മാരെ അങ്ങനെ കലാരംഗത്തുള്ള നിരവധി പേരെ അന്ന് കാണുകയുണ്ടായി. അന്ന് മഞ്ഞ ഷർട്ടും മഞ്ഞ നിറത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും അദ്ദേഹത്തിലായിരുന്നു. സൗന്ദര്യത്തിൻ്റെ നിദർശനം എന്ന് വേണമെങ്കിൽ പറയാം. ആര് കണ്ടാലും നോക്കുന്ന ഒത്ത ഉയരവും മുഖശ്രീയുമുള്ളൊരു നടൻ. പക്ഷെ അതിലൊരു അപജയം മാതിരി എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് ഒരു മധുരമില്ലാത്ത പോലെ വളരെ റഫായിട്ടുള്ള ഒരു സ്വരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്ന് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവിടെ ഉണ്ടായിരുന്നു. ശ്രീ സുബ്രഹ്മണ്യം മുതലാളിയുമായിട്ട് അല്ലെങ്കിൽ സംവിധായകനുമായിട്ട് എങ്ങനെയാണ് ഇത്ര അടുത്ത ബന്ധം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ വച്ച് ആൾക്കൂട്ടത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് അദ്ദേഹത്തെ വിഷ് ചെയ്തു. എന്നിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു വലിയ കലാകാരൻ, ആ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ സങ്കല്പമാണ്. അദ്ദേഹം പോയതോർക്കുമ്പോൾ ശരിക്കും ഉള്ളിലൊരു ഇടുത്തി വീണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അങ്ങനെ കുറേയേറെ നേരം സംസാരിച്ചു. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഓരോരുത്തർ കാണുമ്പോൾ ജനാർദ്ദനൻ ചേട്ടാ എന്ന് വിളിച്ച് വരുന്ന ഓരോരുത്തരെയും വിഷ് ചെയ്യാനും അവരെ കണ്ടില്ല എന്ന് നടിക്കാനൊന്നും അദ്ദേഹത്തിനാവില്ല. അത്രമാത്രം മാന്യമായിട്ടുള്ള പെരുമാറ്റം. എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല, അദ്ദേഹം സിനിമ എന്നുള്ള വേദിയിൽ മേഖലയിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് ലോകപ്രശസ്ത സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രതിസന്ധി എന്ന ഡോക്യുമെൻ്ററിയിലാണ്. എത്ര പേർക്കറിയാം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതാണ് അതിൻ്റെ പരമാർത്ഥം. 1946 ജൂലൈ 24 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. എയർഫോഴ്സിൽ ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹം കലാരംഗത്തേക്ക് വരുന്നത്. ഒരു ഡോക്യുമെൻ്ററിയിലൂടെ രംഗത്തെത്തിയ അദ്ദേഹം 1969 ഇറങ്ങിയ വീട്ടുമൃഗം എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും അഭിനയ രംഗത്ത് സജീവമായത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 300, 400, 500 പടങ്ങളിലെങ്കിലും അദ്ദേഹം അഭിനയിച്ചു കാണും. തന്മയത്വത്തോടെ മികവോടെ അഭിനയിക്കുന്ന അദ്ദേഹത്തിന് അവാർഡുകളൊക്കെ വളരെ വിരളമായേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ പെരുമാറ്റം, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് നിനക്ക് മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്നറിയണമെങ്കിൽ ജനാർദ്ദനൻ ചേട്ടനെ പോയി കണ്ട എന്ന് നമുക്ക് ധൈര്യമായി പറയാം.
അല്ലെങ്കിൽ കാണടോ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അവിടെ കണ്ട ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം അന്നൊക്കെ സിനിമാ ഭ്രമവുമായി നടക്കുന്ന പഠിത്തവും അതോടൊപ്പം സിനിമാ ഭ്രമവുമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പോലെയല്ല. കീർത്തി ലോഡ്ജിൽ ഇന്നത്തെ മംഗളം മനോരമ പത്രങ്ങളുടെയൊക്കെ പുറകിലായിട്ടുള്ള ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു, കീർത്തി ലോഡ്ജ്. ഇന്നവിടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ നിലയിൽ ജനാർദ്ദൻ കൈലിയും ഒരു ടീഷർട്ടും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തുകയാണ്. ഗോവണി കയറി, ഇതേപോലെ തെക്കും തിരക്കുമൊന്നുമില്ല. ഗോവണി കയറി അവിടെ ചെന്നപ്പോൾ ജനാർദ്ദൻ ചേട്ടനും വേറെ 3-4 പേരുമായി ഏതൊരു പടത്തിൻ്റെ ഡിസ്കഷൻ അവിടെ നടക്കുകയാണ്. ഞാൻ കയറി ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പം, എടാ നീ എവിടെ ചെന്നാലും നിന്നെ കാണാമല്ലോ, എന്താ സിനിമ തലയ്ക്ക് പിടിച്ചോ? വെറുതെ ഇതിൻ്റെ പുറകെ നടക്കാതെ നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കരസ്ഥമാക്കി മുന്നോട്ട് പോകണം. അപ്പോഴത്തേക്ക് എൻ്റെ മുഖം വല്ലാണ്ടായി. ഞാൻ പറഞ്ഞ ഉപദേശം നല്ലത്, പക്ഷെ ഓരോരുത്തരെ മനസ്സിൽ തോന്നുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും? ശരി ശരി ശരി, അപ്പം ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ തൊഴാം എന്നപ്പോൾ ഞാൻ ചിരിച്ചു. കുഞ്ഞെ, എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ തോന്നലുകളുമാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ ഓർമ്മിക്കും ഞാനറിഞ്ഞേട്ടൻ? നീ അന്ന് സംവിധായകൻ പി സുബ്രഹ്മണ്യൻ സാർ മരിച്ചതിനന്ന് ആ നടയിൽ വെച്ച് എന്നോട് സംസാരിച്ചത് ഞാൻ മറന്നിട്ടേ ഇല്ല. പക്ഷെ ഇത്രയും പെട്ടെന്ന് നിന്നെ വീണ്ടും കാണാനും സംസാരിക്കാനും കഴിയും എന്നൊന്നും ഞാൻ കരുതിയില്ല. ശരിക്കും നിനക്ക് സിനിമയിൽ എന്താവണം എന്നാണ് ആഗ്രഹം? അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയും പുറത്തു പറഞ്ഞു, നടനാവണമെന്നും എഴുത്തുകാരനാവണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. എന്ത് നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ലക്ഷ്യബോധം നിനക്കില്ല അല്ലേ? നമ്മൾ ലക്ഷ്യബോധമൊക്കെ ഉണ്ട് ചേട്ടാ. നമ്മൾ വിചാരിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടന്നാൽ പിന്നെ ദൈവത്തെ മറക്കും, പിന്നെ അഹങ്കാരം നമ്മുടെ തലയിൽ കയറും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം നടന്നില്ലെങ്കിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു പ്രയാണമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വഴിയിൽ നമുക്ക് ശ്രമിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തോൾ തട്ടിയിട്ട് പറഞ്ഞു, നീ ആളും മിടുക്കനാണല്ലോ, പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ വായിക്കാറുണ്ട്, കുറച്ചൊക്കെ എഴുതാറുണ്ട്. എഴുതുകയും ചെയ്യുമോ? കഥയും കവിതയും ഒക്കെ ആണോ, അതോ സിനിമയെ പറ്റിയാണോ? ഞാൻ പറഞ്ഞു, സിനിമയുടെ വലിയ അനുഭവങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല, എങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഒരു തിരക്കഥയൊക്കെ എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു തിരക്കഥ എഴുതി നമ്മുടെ തെക്കുറിശ്ശി ചേട്ടനാണ്, പത്മശ്രീ തെക്കുറിശ്ശി ചേട്ടനാണ് അതിന് അവതാരിയും അമുഖമൊക്കെ എഴുതിയത് എന്ന് പറഞ്ഞപ്പോൾ, ആഹാ നീ അപ്പോൾ ആള് ചില്ലറക്കാരനല്ല, വാ 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 അകത്തിരിക്കാം, കട്ടൻ ചായയേ ഉള്ളൂ, കട്ടൻ ചായയും കുടിക്കാം. നമ്മൾ കട്ടൻ ചായ കുടിക്കേണ്ട, അകത്തിരിക്കേണ്ട, അകത്ത് 3-4 പേര് ഇരിക്കുകയല്ലേ. അവരെ ഓരോ കാര്യങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു അധികപ്പറ്റായിട്ട് അതിനകത്ത് കയറി വരണോ ചേട്ടാ? നമുക്കിവിടെ നിന്ന് സംസാരിക്കും, ഒരു 10 മിനിറ്റും കൂടെ സംസാരിച്ച് ഞാനങ്ങ് പോകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കെ ചിരിച്ച് വിദൂരതയിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിർത്തുമോ എന്നൊന്നും എനിക്കറിയില്ല. നാളെ നീ ഒരു പടം സംവിധാനം ചെയ്യുകയോ അല്ലെങ്കിൽ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ നീ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ നിന്നോട് ഞാൻ ഇന്ന് ദേഷ്യത്തിൽ അല്ലെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വിളിക്കുമോ? അപ്പം അതുകൊണ്ട് എനിക്കറിയുന്ന ചിലരോടൊക്കെ നിൻ്റെ പേരും മറ്റും പറഞ്ഞു കൊടുക്കാം. നീ അതും പ്രതീക്ഷിച്ച് വീണ്ടും വീണ്ടും എന്നെ വന്ന് കാണരുത്. അത് കേട്ടപ്പോൾ ശരിക്കും അദ്ദേഹത്തോട് ബഹുമാനം തോന്നി. നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ച് നമ്മുടെ മനസ്സിനറിയാമെങ്കിലും നമ്മൾ അവരോട് വളരെ സ്നേഹത്തോടും ക്ഷമിക്കാം എന്നെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അവിടെ മനസ്സ് സന്തോഷത്തിൻ്റെ കിരണങ്ങൾ തെളിയും. യഥാർത്ഥത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എങ്കിലും നമ്മുടെ ആ
സന്തോഷകരമായ അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് മതി നമ്മുടെ മനസ്സിനെ ജീവിതകാലം മുഴുവൻ സന്തോഷിപ്പിക്കാൻ. അതേസമയം നമ്മൾ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കാണാനും സംസാരിക്കാനും കൂട്ടാക്കാതെ കടന്നു പോകുമ്പോൾ നാളെ കാലചക്രം തിരിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമ്പോൾ നമുക്ക് കഴിഞ്ഞാലും നമ്മളത് ചെയ്യാതെ വരും. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ കറുത്ത പാടുകൾ ഒരിക്കലും മായില്ല. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞ് ഞാനൊരു 5-6 മിനിറ്റും കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം അകത്ത് പോയി ഒരു ചെറിയ ഗ്ലാസ്സിൽ കട്ടൻ ചായയുമായിട്ട് പുറത്തു വന്നു. എന്തായാലും നീ കുടിക്ക്. ഞാൻ കട്ടൻ ചായ കുടിച്ച ശേഷം സ്വല്പം നേരം നിന്ന് പറഞ്ഞു, എടാ ഉച്ചയ്ക്ക് ഷൂട്ടുണ്ട് എനിക്ക്, കോവളത്ത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കയറട്ടെ, നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ നീ കുറിച്ച് വെച്ചോളൂ. നിൻ്റെ ഫോൺ നമ്പറും മറ്റും എനിക്ക് തരൂ, ഞാനിവിടെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞ് ഒരു ഡയറിയിൽ, പച്ച നിറത്തിലുള്ള ഒരു ഡയറിയിൽ ഒരു പേജിൽ എൻ്റെ പേരും അന്നത്തെ അഡ്രസ്സും ഒക്കെ കുറിച്ചിട്ടു. അന്ന് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. എങ്കിലും ചേട്ടാ സന്തോഷം, ഞാൻ ഓർക്കും ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഗോവണി ഇറങ്ങി ആ ഇടവഴിയിലൂടെ വീണ്ടും തമ്പാനൂരിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിചാരം, ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ശ്രമിക്കാമടാ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടി തിരമാലകൾ പോലെ ഇന്നും ഓർമ്മയിൽ ഓടി വരുന്നു. അത്തരം അനുഭവങ്ങൾ വളരെ വിരളമാണ്. 100 കണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഇൻസ്പെക്ടറായും കുടുംബാംഗമായും നിരവധി രീതിയിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ എത്ര പ്രാവശ്യം കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അഭിനയത്തിൻ്റെ കൊടുമുടി കയറിയ ഒരു നടൻ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് എത്ര ചിത്രങ്ങളിലാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. എത്രയോ ചിത്രങ്ങൾ, മിഥുനത്തിലും നിരവധി ചിത്രങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം എത്ര ചേതോഹരമാണ്. ഈ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് 80 വയസ്സ് തികഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും മറ്റുമായി ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ആ പഴയ കാലം ഓർത്തു. കാലത്തിൻ്റെ മലവെള്ള പാച്ചിലിൽ എത്രയോ പേർ ഒഴുകിപ്പോയിരിക്കുന്നു. എങ്കിലും ഒരു കരിങ്കൽ പ്രതിമ പോലെ ഇന്നും അദ്ദേഹം സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പഴയകാല 100 കണക്കിന് ചിത്രങ്ങൾ ആൾക്കാർ ഇന്നും കാണുമ്പോഴും ജനാർദ്ദനൻ എന്നുള്ള ഒരു വലിയ നടൻ്റെ അഭിനയ മികവ് നമ്മൾ ഓർക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ആ വലിയ കലാകാരൻ ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.